കാശ്മീരിലെ ഭീകരാക്രമണത്തെ ലോകം മുഴുവൻ അപലപിക്കുകയാണ്. ലോകത്തെ എല്ലാ പ്രധാന രാഷ്ട്രങ്ങളും ഈ ഭീകരാക്രമണത്തെ അപലപിച്ചിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് സൗദി അറേബ്യയിൽ സന്ദർശനം നടത്തുകയായിരുന്നു. ലോക മുസ്ലിങ്ങളുടെ സംഘടനയായ മുസ്ലിം വേൾഡ് ലീഗിന്റെ സെക്രട്ടറി ജനറലും സൗദി അറേബ്യൻ പൗരനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിലി അബ്ദുൽ കരീം അൽ അസസ അദ്ദേഹം ഈ ആക്രമണത്തെ അതിശക്തമായി അപലപിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ ഈ ആക്രമണത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കേണ്ടത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പ്രതിനിധികൾ എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗാണ്. കാരണം ഈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കുണ്ടെന്നത് വ്യക്തമാണ്. കാശ്മീരിനെ വിഭജിക്കുകയാണ്, അല്ലെങ്കിൽ കാശ്മീരിലെ മുസ്ലിങ്ങളെ ഇന്ത്യക്കെതിരെ തിരിച്ചുവിടുകയാണ് ഈ ഭീകരാക്രമണത്തിന്റെ ഉദ്ദേശം. കാശ്മീരിൽ സ്ഥിതിഗതികൾ സമാധാനപരമായ രീതിയിലേക്ക് പോകുന്നത് കണ്ട് വിരണ്ടാണ് വിദേശാക്രമികൾ പാകിസ്ഥാന്റെ സഹായത്തോടുകൂടി ഈ ഭീകരപ്രവർത്തനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർ ചെയ്തത് ഇന്ത്യയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി, ഇന്ത്യയിലെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് കാശ്മീരിലെത്തിയ സന്ദർശകരിൽ നിന്ന് ഹിന്ദുക്കളായ ആളുകളെ തിരിച്ചറിഞ്ഞ് മുസ്ലിങ്ങളായ ആളുകളെ ഒഴിവാക്കിക്കൊണ്ടാണ് അവർ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മതപരമായ അടിസ്ഥാനത്തിൽ വിഭജിക്കാനുള്ള ഈ നീക്കത്തിനെതിരെ മുസ്ലിം ലീഗാണ് മുന്നോട്ട് വരേണ്ടത്. മുസ്ലിം മതമൗലികവാദികളാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. മുസ്ലിം ഭീകരവാദികളാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. യഥാർത്ഥ മുസ്ലിമിന് ഈ തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധ പ്രവർത്തനവുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ത്യയുടെ കൂടെ നിൽക്കുമെന്നും ഉറപ്പിച്ചു പറയേണ്ട സമയമാണിത്. അതുകൊണ്ട് തന്നെ CAA പേരിലായാലും വഖഫ് ബില്ലിന്റെ പേരിലായാലും ആയിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് കോഴിക്കോട്ടൊക്കെ റാലി നടത്തിയ മുസ്ലിം ലീഗും സുന്നി സംഘടനകളും വിദേശ ആക്രമികൾക്കെതിരായിട്ട്, അവർ നടത്തിയ ഭീകരപ്രവർത്തനത്തിനെതിരായിട്ട്, ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിക്കാൻ വേണ്ടി അവർ നടത്തിയ ഈ ഭീകരപ്രവർത്തനങ്ങൾക്കെതിരായിക്കൊണ്ട് റാലി നടത്തുകയാണ് വേണ്ടത്. മലപ്പുറത്തെയും കേരളത്തിലെയും ഗ്രാമാന്തരങ്ങളിൽ അവർ പാകിസ്ഥാനി ഭീകരർക്കെതിരായി, കാശ്മീരിലെ ഭീകരർക്കെതിരായി, മുസ്ലിം ഭീകരതയ്ക്കെതിരായി യഥാർത്ഥ മുസ്ലിങ്ങൾ ഇന്ത്യയുടെ കൂടെയാണ്, ഈ നാട്ടിൻ്റെ കൂടെയാണ് ഇന്ത്യക്കാരായ മുസ്ലിങ്ങൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ മെഴുകുതിരി കത്തിക്കട്ടെ, പ്രകടനങ്ങൾ നടത്തട്ടെ, അഭിവാദ്യങ്ങൾ നടത്തട്ടെ, കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ ഇരയായ ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കട്ടെ, അവരുടെ കുടുംബങ്ങളോട് സ്നേഹാദരങ്ങൾ പ്രകടിപ്പിക്കട്ടെ. ഇതാണ് ഈ സമയത്ത് കേരളത്തിലെ മുസ്ലിം ലീഗ് ചെയ്യേണ്ടത്. അതിനുള്ള ത്രാണിയും തൻ്റെടവും കേരളത്തിലെ മുസ്ലിം ലീഗ് നേതൃത്വം കാണിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴുയരുന്ന പ്രധാന പ്രശ്നം.